ഹലോ ഗൈസ്, സൂസ മല്ലു വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു കപ്പ വേവിച്ചതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 കിലോ കപ്പയാണ് കേട്ടോ. ഞാനിവിടെ 3 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2 വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളത്, 2 വെളുത്തുള്ളി മൊത്തം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 3-4 അല്ലി ചുവന്നുള്ളി. നമുക്ക് കപ്പ വേവിക്കാൻ വെക്കണം. ആദ്യം ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്, വേകാനുള്ള വെള്ളം മതി കേട്ടോ, കൂടുതൽ വെള്ളം വേണമെന്നില്ല. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് ചതച്ചെടുക്കുകയാണ്. ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറയും. കൂടുതൽ അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. നമ്മൾ അരപ്പ് പോലെ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, നമ്മുടെ കപ്പയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു ടേബിൾ സ്പൂൺ ജീരകം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ ഒന്ന് ഒതുക്കിയെടുക്കാം. നമ്മളിപ്പോൾ അത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കപ്പ വെന്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അതിനകത്തോട്ട് നമുക്ക് ഇതിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പ വീണത് വരെ വെയിറ്റ് ചെയ്യാം. കപ്പ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ പോകും കേട്ടോ നമ്മൾ. രണ്ട് തരം കപ്പ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഒന്ന് നന്നായി വേവണ കപ്പയായിരുന്നു, ഒന്ന് എത്ര വേവിച്ചാലും വേഗത്തൊരു കപ്പയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കുഴഞ്ഞു പോയത്. ഇത്രയും കുഴയണം എന്നില്ല കേട്ടോ, ചൂട് ആവുന്നതിന് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മീൻകറി കൂട്ടിയിട്ടോ ബീഫ് കറി കൂട്ടിയിട്ടോ ചിക്കൻ കറി കൂട്ടിയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.